2014 IPL സെമിഫൈനൽ ചെന്നൈ പഞ്ചാബ് പോരാട്ടം 25 ബോളിൽ 87 റൺസ്. ആദ്യ 6 ഓവറുകൾ പിന്നിടുമ്പോൾ ടീം സ്കോർ 100 കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേര് ഓർമ്മ വരുന്നുണ്ടോ? അതെ, ആ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, റൈറ്റ് ഹാൻഡ് ഓഫ് ബ്രേക്ക് ബൗളർ. ആരാധകർ ചിന്നത്തല എന്ന് ആർത്ത് വിളിക്കാറുള്ള സുരേഷ് റൈന, ലെഫ്റ്റ് ഹാൻഡ് അഗ്രസീവ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ. Oh, what a shot that is! Oh, terrific! ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായ ജോൺ ഡി റോബ്സനോട് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫീൽഡറായിരുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി വന്നു സുരേഷ് റൈന. സച്ചിന്റെ സ്ട്രൈറ്റ് ഡ്രൈവ് പോലെ, കോഹ്ലിയുടെ കവർ ഡ്രൈവ് പോലെ അത്രമേൽ മനോഹരമാണ് റൈനയുടെ ഇൻസൈഡ് ഔട്ട് ഷോട്ടുകൾ. Suresh reminds me of myself as a younger player. റൈന എന്നും ഒരു ടീം പ്ലെയർ ആയിരുന്നു. ഏത് മോശമായ സാഹചര്യത്തിലും അഗ്രസീവായി ബാറ്റ് ചെയ്ത് ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. 2010 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന T20 വേൾഡ് കപ്പിൽ റൈന ആദ്യ T20 സെഞ്ചുറി നേടുന്ന പ്ലെയറായി മാറി. ബൗണ്ടറിയിലേക്ക് കുതിച്ചു പായുന്ന ഏത് ബോളും റൈനയുടെ ഫീൽഡിംഗ് പരിധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ റൈനയുടെ കൈ കടന്ന് ആ ബോൾ ബൗണ്ടറി തൊടില്ല. ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ ആകാശത്തിലേക്ക് പറന്നും ഗ്രൗണ്ടിലേക്ക് കുതിച്ചാടിയും എടുത്ത ക്യാച്ചുകൾ കണ്ട് അമ്പരുന്നതാണ് ക്രിക്കറ്റ് ലോകം.